വെൽക്കം ടു പ്രസ്കെയിൽ. ഞാൻ രാജൻ കാവിൽ. HST സോഷ്യൽ സയൻസ് പരീക്ഷയുടെ വിജ്ഞാപനം ഈ ഏപ്രിൽ 30 വരുന്നൊരു സന്തോഷത്തിലാണ് നിങ്ങളും ഞാനുമൊക്കെ. നമ്മൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് ഇത്. ജൂൺ മാസം ആദ്യത്തെ ആഴ്ചയോടുകൂടെ തന്നെ കൺഫർമേഷൻ കൊടുത്ത് നമ്മൾ പരീക്ഷയുടെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വർഷം വല്ലാത്തൊരു സംശയം നിങ്ങൾക്കുണ്ടായിരുന്നു. ഇനിയൊരു HST പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ടോ? ഇനി അഥവാ നടക്കുകയാണെങ്കിൽ യോഗ്യതയിൽ മാറ്റം വരില്ലേ? ബിരുദമുള്ളവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. ആ സംശയത്തിന് മറുപടി എന്നോണം ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി അത്തരം ഒരു വീഡിയോ ചെയ്ത് പ്രപ്സ്കെയിലാണ്. അതിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇനിയൊരു പരീക്ഷ നിർബന്ധമായും വരാനിരിക്കുകയാണ്. 2024 ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ 2025 ഏപ്രിലോട് കൂടി ആ വിജ്ഞാപനം വരും. നമ്മളത് വെറുതെ പ്രവചിച്ചല്ല. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ PSCക്ക് ഒരു മാനദണ്ഡമുണ്ട്, PSC നടത്തി വരുന്ന ഒരു രീതികളുണ്ട്. ആ രീതി വെച്ച് ആണ് നമ്മളന്ന് ആ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഏതായാലും ഏപ്രിൽ 30 നമുക്ക് ആ വിജ്ഞാപനത്തിന് വേണ്ടി കാത്തിരിക്കാം. നമുക്കറിയാം HST സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ഒരു ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. നാളിതുവരെയായി 319 നിയമനങ്ങളാണ് 14 ജില്ലകളിലായി നടന്നിട്ടുള്ളൂ എന്നും നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്ത ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രമേ 50 എന്ന ഒരു മാജിക്കൽ സംഖ്യ കടന്നിട്ടുള്ളൂ, മാജിക്കൽ നമ്പർ കടന്നിട്ടുള്ളൂ. തൊട്ടടുത്ത് പാലക്കാട് 40 കഴിഞ്ഞു. കോഴിക്കോടും കണ്ണൂരുമൊക്കെ അടുത്ത് 30 മുകളിലായി കടക്കുകയാണ്. 5 താഴെ മാത്രം നിയമനം നടന്ന ജില്ലകളും ഇല്ലാതല്ല. അപ്പൊ ഏതാണ്ട് നമുക്കറിയാം കേരളത്തിൽ ഇതേവരെയായി 319 പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പരീക്ഷയുടെ ഒരു പ്രാധാന്യം എത്ര ഉണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എന്നെ കേൾക്കുന്ന പലരും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി. ഞാൻ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് തയ്യാറെടുക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം മലയാളം നമുക്ക് തീർക്കാറുണ്ട്. കാരണം നമ്മുടെ സിലബസ് വളരെ വിശാലമാണ്. അത്രയും വൈപുല്യമുള്ള ഒരു സിലബസ് HST സോഷ്യൽ സയൻസ് പോലെ മറ്റ് HST വിഷയങ്ങൾക്കില്ല എന്നുള്ളതാണ് സത്യം. നാച്ചുറൽ സയൻസിന് ബോട്ടണിയും സുവോളജിയും പഠിച്ചാലും മതി. ഫിസിക്കൽ സയൻസിന് ഫിസിക്സും കെമിസ്ട്രിയും മാത്രം മതി. ഇംഗ്ലീഷിന് നമുക്കറിയാം അവരുടെ ഒരു മേഖലയുണ്ട്, മലയാളം. പക്ഷേ HST സോഷ്യൽ സയൻസിന് ഇക്കണോമിക്സ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, സോഷ്യോളജി പഠിക്കണം, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇവയൊക്കെ തന്നെ നമുക്കറിയാം ഡിഗ്രി തലത്തിലുള്ള അല്ലെങ്കിൽ അതിൽ കൂടിയ സിലബസുകളാണ്. ഹിസ്റ്ററി ആണെങ്കിൽ അതിൽ ഡിഗ്രിക്ക് പഠിക്കേണ്ട ആൻഷ്യൻ്റ് ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഉണ്ട്, മിഡീവൽ ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസിലാണെങ്കിൽ ഡിഗ്രി തലത്തിൽ പഠിക്കേണ്ട പൊളിറ്റിക്കൽ തോട്ട് ഉണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് പഠിക്കാനുണ്ട്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പഠിക്കാനുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജിയിലെ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. എക്കണോമിക്സിൽ ഇന്ത്യൻ ഇക്കണോമി പഠിക്കണം, പബ്ലിക് ഫിനാൻസ് പഠിക്കണം, മാക്രോ എക്കണോമിക്സ് ഉണ്ട്, മൈക്രോ എക്കണോമിക്സ് ഉണ്ട്. ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ജോഗ്രഫിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വിജ്ഞാപനം വന്നിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാമെന്ന ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഈ ചാൻസ് നഷ്ടപ്പെട്ട് എന്ന് വേണം കരുതാൻ. ഒരു കാര്യം കൂടി നിങ്ങൾ മറന്നു പോകാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേവലം HST സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് മാത്രമല്ല, ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികയിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണിത്. നിങ്ങൾ എഴുതുന്ന പരീക്ഷ വെറും ഹൈസ്കൂൾ അധ്യാപക തസ്തികയിലേക്കുള്ള പരീക്ഷയായി കാണരുത്. ബൈ ട്രാൻസ്ഫർ പ്രൊമോഷനിലൂടെ HSST ഇക്കണോമിക്സും അല്ലെങ്കിൽ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഇക്കണോമിക്സും ജോഗ്രഫിയും ഒക്കെ ആവാനുള്ള ഒരു ചാൻസാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. അത് മേക്ക് ഷുവർ ചെയ്യുക. നമ്മൾ HST സോഷ്യൽ സയൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ട ചില പുസ്തകങ്ങൾ പരിചയപ്പെടുകയാണ്. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടംമാതിരി പുസ്തകങ്ങളുണ്ട്. HST അധ്യാപക തസ്തികയ്ക്ക് ഈ പുസ്തകം മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ മാത്രം മതിയാവുമോ എന്ന് നിങ്ങൾ തന്നെ ഒരു ആലോചന നടത്തേണ്ട സമയം കഴിഞ്ഞു. കാരണം ആധികാരികമായി പാഠപുസ്തകങ്ങളെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. പാഠപുസ്തകങ്ങളെ അവലംബിച്ചുകൊണ്ട് തന്നെ ആവാം അത്തരം പുസ്തകങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ മുന്നിൽ നമുക്ക്
ആധികാരികമായി ആശ്രയിക്കാൻ കഴിയുന്നത് സർക്കാരുകൾ പുറത്തിറക്കുന്ന NCERT അല്ലെങ്കിൽ SCERT പാഠപുസ്തകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ HST സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ ആവട്ടെ. നമുക്ക് HST സോഷ്യൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ. അതൊക്കെ ഇതിന് പുറകെ വരുന്നുണ്ട്. പഠിക്കേണ്ട പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. ഇന്ത്യൻ പോളിറ്റി, പൊളിറ്റിക്കൽ സയൻസ്, നമുക്കറിയാം 20 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഭാഗം വരുന്നത്. 20 മാർക്ക്. 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഒരു 5 മാർക്ക് കൂടി അഡീഷൻ വരാൻ സാധ്യതയുണ്ട്. പാർട്ട് എയിൽ 5 മാർക്കിന്റെ ചോദ്യം ഈ ഭാഗം വരുമ്പോൾ ഒരു 25 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുന്ന ആ ഒരു സിലബസ് ആണ്. നമുക്കറിയാം, ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലത്ത് അന്നത്തെ സിലബസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, അതായത് രാഷ്ട്രതന്ത്രത്തിന്റെ ആ സിദ്ധാന്തങ്ങളായിരുന്നു ഒരു വർഷം പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ HST സിലബസിലുള്ള കാര്യങ്ങളാണ് അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ചു വന്നത്. അതുപോലെ അന്ന് ഡിഗ്രിക്ക് സബ്സിഡറി പേപ്പറും ആ പേപ്പർ തന്നെയാണ് പഠിച്ചു വന്നിരുന്നത്. ആ കാലഘട്ടങ്ങളൊക്കെ രാഷ്ട്രതന്ത്ര വിദ്യാർത്ഥികൾ കൂടെ കൊണ്ടു നടക്കുന്ന നല്ലൊരു പുസ്തകമാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന പുസ്തകം. RC അഗർവാളിന്റെ പൊളിറ്റിക്കൽ തിയറി. പൊളിറ്റിക്കൽ സയൻസ് നേച്ചർ, അതിന്റെ സ്കോപ്പ്, ഇമ്പോർട്ടന്റ് അപ്രോച്ചസ്, അതിൽ വരുന്ന എല്ലാ തിയറീസും, ഡെമോക്രസി, അതിന്റെ ടൈപ്സ്, ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ്, പാർലമെന്ററി ഡെമോക്രസി, പ്രസിഡൻഷ്യൽ ഫെഡറൽ സിസ്റ്റം, യൂണിറ്ററി സിസ്റ്റം, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് വേണ്ട നമ്മുടെ സിലബസിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും കവർ ചെയ്യുന്ന ഒരു പുസ്തകമാണ് RC അഗർവാളിന്റെ പൊളിറ്റിക്കൽ തിയറി, പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ പുസ്തകം. വളരെ ലളിതമായ ഭാഷയിൽ ഒറ്റ തവണ വായിക്കുമ്പോൾ മലയാളം പോലെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു പുസ്തകമാണിത്. RC അഗർവാളിന്റെ പുസ്തകം മാത്രമല്ല പ്രിൻസിപ്പിൾസിനുള്ളത്. AC കപൂർ എഴുതിയ പുസ്തകമുണ്ട്, അപ്പാദുരൈ എഴുതിയ പുസ്തകമുണ്ട്, VD മഹാജന്റെ പുസ്തകമുണ്ട്. അതിലൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് കുറെ ലൂസ്ഡായി സിമ്പിളായി നമുക്ക് മനസ്സിലാവുന്ന നല്ലൊരു പുസ്തകമാണ് RC അഗർവാളിന്റെ ഈ പുസ്തകം. ലൈബ്രറിയിൽ നിന്ന് കിട്ടുമെങ്കിൽ സംഘടിപ്പിക്കുക. അതല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. KS പോലെയുള്ള പരീക്ഷകൾക്ക്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഉപയോഗപ്രദമാണ് ഈ പുസ്തകം. ഇത് എച്ചാന്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തകമാണ്. മറ്റൊരു പ്രധാന പുസ്തകം നമ്മൾ പഠിച്ചിരിക്കേണ്ട, അതായത് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം, ഒരു 6-7 മാർക്കിന്റെ ചോദ്യം വരുന്ന ഒരു പുസ്തകം ഭാഗമാണ് ഇന്ത്യൻ പോളിറ്റി. UPSCയും കേരള PSC ഒക്കെ നടന്ന പരീക്ഷകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ പോളിറ്റി. ആ പോളിറ്റിക്ക് ഇന്ന് നമുക്ക് വളരെ വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു നല്ല പുസ്തകം, വേണമെങ്കിൽ പോളിറ്റിയുടെ ഒരു ബൈബിൾ എന്ന് പറയാവുന്ന പുസ്തകമാണ് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി. സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നവർ ആശ്രയിക്കുന്ന ഏക പുസ്തകം, KSന് ഉപയോഗിക്കുന്ന ഏക പുസ്തകം. ഈ പുസ്തകത്തിൽ നിന്ന് മാത്രമാണ് ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ വിശദമായി, വളരെ അക്യുറേറ്റായി കാര്യങ്ങൾ ലഭിക്കുക. അതുകൊണ്ട് പറ്റുമെങ്കിൽ ലക്ഷ്മികാന്തിന്റെ പുസ്തകം, ഇന്ന് ലക്ഷ്മികാന്തിന്റെ പുസ്തകത്തിന്റെ പദാനുപത തർജ്ജമകൾ തന്നെയാണ് നിലവിൽ വിപണിയിൽ ലഭ്യമാകുന്ന എല്ലാ ഗൈഡുകളിലും ഉള്ളത്. പക്ഷേ അതിലെന്ത് വരുന്നില്ല, അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന ഒരു കുഴപ്പം മാത്രമാണുള്ളത്. അതുകൊണ്ട് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ സംഘടിപ്പിക്കുക. എവിടെന്നെങ്കിലും വായിക്കുക. ഒരു പുസ്തകം സ്വന്തമായി വാങ്ങി വെച്ചാൽ കുഴപ്പമില്ല. അത്രയും നല്ല പുസ്തകമാണ് ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട്. വേറെ ഒരു പുസ്തകം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണേണ്ടി വരുന്നില്ല. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം, കേരള PSC ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ പുസ്തകമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന 11ാം ക്ലാസ്സിലെ ഈ പാഠപുസ്തകമാണ് ഏറ്റവും നല്ലൊരു പുസ്തകം. നമുക്ക് 10 പാഠഭാഗങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൗ ആൻഡ് വെൻ, വാട്ട് ആൻഡ് വൈ, നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന 10 പാഠഭാഗങ്ങൾ. ഇതിന്റെ മലയാള പരിഭാഷയൊക്കെ കിട്ടാനുണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രവർത്തനത്തിൽ എന്ന പേരിൽ മലയാള പരിഭാഷ സ്വകാര്യ പ്രസാധകരുടെ പുസ്തകങ്ങളും വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ നോക്കണം, ചില ലേറ്റസ്റ്റ് അമെൻമെന്റുകൾ, ചില ഡേറ്റുകൾ, ചില കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നോക്കുന്നതാണ് ഈ ഒരു പുസ്തകം. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് പ്ലസ് 2 ക്ലാസ്സിൽ പഠിക്കുന്ന
കണ്ടംപററി വേൾഡ് പോളിറ്റിക്സ് എന്ന് പറയുന്ന ഈ പുസ്തകം സമകാലീന ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് 1945 ശേഷമുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് 10 പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണിത്. വളരെ നല്ല പുസ്തകമാണ്. ഹിസ്റ്ററി സിലബസിലേക്കും കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകം കിട്ടും. സമകാലീന ലോക രാഷ്ട്രീയം എന്ന പേരിൽ 12ാം ക്ലാസ്സിൽ ഈ പാഠപുസ്തകം മലയാളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ വായിക്കാം. നമ്മൾ വേണമെങ്കിൽ 7, 5, 6, 7, 8 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളൊന്നും ഇതിനു വേണ്ടി നിങ്ങൾ വായിച്ച് സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ 9ാം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും 7ാം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും 11ാം ക്ലാസ്സിൽ ഈ പാഠപുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിലുമുണ്ട്. അപ്പോൾ പോളിറ്റിക്സ് ഏറ്റവും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, വായിച്ചിരിക്കേണ്ട, നിർബന്ധമായി നോക്കിയിരിക്കേണ്ട 3 പുസ്തകങ്ങൾ ഇതാണ്. ഈ 3 പുസ്തകങ്ങൾ പൊളിറ്റിക്സ് ധാരാളമാണ്. അടുത്ത നമ്മൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ട പുസ്തകങ്ങൾ. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 6 മുതൽ 10 വരെ ക്ലാസ്സുകൾ തന്നെ ധാരാളമുണ്ട്. നിങ്ങൾ പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ 6 മുതൽ 10 വരെ ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ തന്നെയാണ് 90% ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ HST പരീക്ഷയുടെ ചോദ്യങ്ങളും 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗം നിന്നാണ് അധികവും വന്നിരിക്കുന്നത്. നമുക്ക് ആശ്രയിക്കാവുന്ന കുറേ പുസ്തകങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് 12ാം ക്ലാസ്സിലെ ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്ന 12ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകമുണ്ട്. അത് വളരെ നല്ലൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യ ഫിസിക്കൽ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന 11ാം ക്ലാസ്സിലെ പാഠപുസ്തകം, ഫൗണ്ടേഷൻസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ഫൗണ്ടേഷൻസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി 11, 12 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുമായാൽ ധാരാളമായി. കൂടുതൽ വായിക്കേണ്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മസ്ജിദ് ഹുസൈൻസിന്റെ ജോഗ്രഫി ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന പല്ലവി സക്സേന ഒക്കെ എഡിറ്റ് ചെയ്ത ഒരു പുസ്തകം കൂടിയുണ്ട്. അതുകൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജോഗ്രഫി ഏരിയ, ജോഗ്രഫി 11, 12 അതുപോലെ തന്നെ 8, 9, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകത്തിൽ തന്നെ നമുക്ക് വേണ്ടതിലധികം നമ്മുടെ സിലബസ് മൊത്തം അതിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ ധാരാളമാവുമെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി ഹിസ്റ്ററി. നമുക്കറിയാം നമ്മുടെ മുന്നിൽ കടൽ പോലെ കാണുന്ന ഒരു സിലബസ് ആണ് ഹിസ്റ്ററി. 20 മാർക്കാണെങ്കിലും അതിൽ ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കാനുണ്ട്, മിഡീവൽ ഇന്ത്യ പഠിക്കാനുണ്ട്, മോഡേൺ ഇന്ത്യ പഠിക്കാനുണ്ട്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പഠിക്കണം, വേൾഡ് ഹിസ്റ്ററി, ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ ഉണ്ട്, കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്, കേരള കൾച്ചർ പഠിക്കാനുണ്ട്. വലിയൊരു സിലബസ് ആണ് 20 മാർക്ക്. നമുക്കറിയാം നമ്മുടെ പിന്നെ SCERT പാഠപുസ്തകങ്ങളൊക്കെ ആ ചരിത്രം അതിൻ്റെ ഒരു കാലഗണനയോട് വേണ്ടത്ര ഒരു നീതി പുലർത്തിയിട്ടില്ല. അവിടെ ഇവിടെയുമൊക്കെയാണ് അതിൽ കണ്ടന്റ് ഉള്ളത്. നേരെ മറിച്ച് നമുക്ക് ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് നിങ്ങൾ ഏത് പരീക്ഷ എഴുതുകയാണെങ്കിലും LD ക്ലാർക്ക് മുതൽ KS വരെയുള്ള ഏത് പരീക്ഷ എഴുതുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകമാണ് തമിഴ്നാട് ബോർഡിന്റെ ടെക്സ്റ്റ് ബുക്ക്. വളരെ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ കുറഞ്ഞൊരു പൈസ മാത്രം, എനിക്ക് 2 പുസ്തകങ്ങൾ കൂടി 11, 12 ക്ലാസ്സിലെ 2 പാഠപുസ്തകങ്ങൾ കൂടി ഏതാണ്ട് 300 താഴെ രൂപ മാത്രമേ വിലയുള്ളൂ. പക്ഷേ അതിൻ്റെ കണ്ടന്റ് കാണുമ്പോഴാണ് നമുക്ക് ആ പുസ്തകത്തിന് ഒരു പ്രാധാന്യം മനസ്സിലാവുക. ആ പുസ്തകത്തിലുള്ള കണ്ടന്റ് നമുക്ക് നോക്കൂ, എന്തെല്ലാം കണ്ടന്റ് ആണ്. ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ദെയർ ഇമ്പാക്ട്, പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ ആൻഡ് ഹാരപ്പൻ കൾച്ചർ, വേദിക് കൾച്ചർ, ജൈനിസം, റൈസ് ഓഫ് മഗധ, മൗര്യൻ ഇന്ത്യ, സംഗം ഏജ്, ഗുപ്ത ഏജ്, ഹർഷവർദ്ധന, സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് ആൻഡ് പല്ലവാസ് ഓഫ് കഞ്ചി, സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ്, ചാലൂക്യാസ്, ഇമ്പീരിയൽ ചോള, സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഏർലി മിഡീവൽ ഇന്ത്യ, ഡൽഹി സുൽത്താനേറ്റ്, ഇന്ത്യ അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്, ഭക്തി മൂവ്മെന്റ്, വിജയനഗര സാമ്രാജ്യം, മുഗൾ എംപയർ, ഇന്ത്യ അണ്ടർ മുഗൾസ്, മറാത്താസ്, കമ്മിങ് ഓഫ് യൂറോപ്യൻസ്, ഇന്ത്യ അണ്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി റോൾ, ചാർട്ടർ ആക്ടുകൾ, എഡ്യൂക്കേഷൻ അണ്ടർ കമ്പനീസ് റോൾ, ഡൽഹൌസി വരെയുള്ള കാര്യങ്ങൾ, ബ്രിട്ടീഷ് റൂൾ ഇൻ തമിഴ്നാട് നമുക്ക് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. ദെൻ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്, ബ്രഹ്മ സമാജ്, ആര്യ സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, രാമകൃഷ്ണ മൂവ്മെന്റ്, റിഫോം മൂവ്മെന്റ്, ചേഞ്ചസ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ 1858, റിപ്പൺ കാര്യങ്ങളൊക്കെ, ഫ്രീഡം മൂവ്മെന്റ്, എമർജൻസ് ഓഫ് ഗ്രോത്ത് ഓഫ് മോഡറേറ്റ്സ്, മണ്ടേക്കോ ചംസ്ഫോർഡ്, ഇന്ത്യസ് ഫ്രീഡം മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സൈമൺ കമ്മീഷൻ, റൗണ്ട് ടേബിൾ, ഇന്ത്യ സത്യാഗ്രഹ, റോൾ ഓഫ് തമിഴ്നാടു, ജസ്റ്റിസ് പാർട്ടി,
ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, വേൾഡ് ഹിസ്റ്ററി, റിനൈസൻസ്, ഡിസ്കവറി, സീ റൂട്ട്സ്, റിഫർമേഷൻ, കൗണ്ടർ റിഫർമേഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, കോസസ് ആൻഡ് റിസൾട്ട്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രേറിയൻ റവല്യൂഷൻ, കോസസ് ആൻഡ് റിസൾട്ട്സ്, സ്പ്രെഡ് ഓഫ് colonialism, imperialism, Russian Revolution, League of Nations, rise of fascism and Nazism, Second World War, growth of Asian nations, China and Japan after First World War, growth of Asian nations, China, Japan, Second World War, UNO, Cold War, agreements NATO, SEATO, WhatsApp Act, growth of atomic weapons, globalization, world today. നോക്കൂ, നമ്മുടെ സിലബസ് ഏറെക്കുറെ മുഴുവനായുള്ള ഒറ്റ പുസ്തകം, തമിഴ്നാട് ബോർഡിന്റെ 11-12 ക്ലാസ്സുകളിലുള്ള ഹിസ്റ്ററി പാഠപുസ്തകം. ഈ ഒരു പുസ്തകം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മത്സര പരീക്ഷയും ധൈര്യത്തിൽ ഹിസ്റ്ററി, ചരിത്ര ഭാഗത്ത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നേരിടാൻ കഴിയുന്ന പുസ്തകമാണ് ഈ പുസ്തകങ്ങൾ. 2 പുസ്തകം വളരെ ചെറിയ, എനിക്കിത് 2 പുസ്തകം കൂടെ ഏതാണ്ട് 500 ശിഷ്ടം പേജസ് മാത്രമേ ഉള്ളൂ അവിടുത്തെ തമിഴ്നാട് ബോർഡിന്റെ പുസ്തകം. ആ പുസ്തകത്തിന്റെ ഒരു ഗുണം, മേന്മയെ ഞാൻ കാണുന്നത് ചരിത്രം അതിന്റെ കാലഗണനയിലൂടെ പഠിച്ചു പോകാം. നമുക്കെന്താണ് ഓരോന്നിനെ തുടർച്ചയായിട്ട് പഠിച്ചു പോകാം. നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ, നമ്മുടെ സിലബസിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിൽ അധികമുള്ളത് എന്താണ്, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കുറച്ച് അധികമുണ്ട്, തമിഴ്നാടിന്റെ ഹിസ്റ്ററി ഒക്കെ എന്താണ്, സംഘം ഏജ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒഴിവാക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെ വളരെ ലളിതമായ ഭാഷയിൽ, നമുക്ക് ഇഷ്ടമാകുന്ന ഭാഷയിൽ ഒറ്റത്തവണ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഏക പുസ്തകമാണിത്. പറ്റുമെങ്കിൽ സ്വന്തം ഒരു കോപ്പി തന്നെ എല്ലാവരും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കും. ഇനി ഈ പുസ്തകങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ +1 പാഠപുസ്തകമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ പുസ്തകം ഞങ്ങളൊക്കെ കാലത്ത് ഉപയോഗിച്ച്, അതായത് NCERT സിലബസ് 11ാം ക്ലാസ്സിലെ പുസ്തകമാണ്. അന്ന് മിഡീവൽ ഇന്ത്യക്കും ആൻഷ്യന്റ് ഇന്ത്യക്കും അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യക്കൊക്കെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലെയും ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾ പഠിച്ചത്. മിഡീവൽ, സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഓൾഡ് NCERT പുസ്തകം കിട്ടും. ചെറിയ പൈസ മതി അതിനൊക്കെ. NCERT പഴയ പുസ്തകം, പഴയ പാഠപുസ്തകം, ഓൾഡും ന്യൂ ഒക്കെ ഉണ്ട്. സതീഷ് ചന്ദ്ര. മോഡേൺ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബൈ ബിപിൻ ചന്ദ്ര. അതുപോലെ നല്ലൊരു പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം പബ്ലിക്കേഷൻസിന്റെ ഒരു പുസ്തകമാണത്. KS-നൊക്കെ പഠിക്കുന്ന ആളുകൾക്ക്, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന ആളുകൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം പബ്ലിക്കേഷൻസ്. ഈ പുസ്തകം ആദ്യത്തെ ഒരു പുസ്തകമുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്, അധിക വായനയ്ക്ക് ആണ്. ഇതിൽ കുറച്ചുകൂടി എന്താണ്, അതിന്റെ ഭാഷ കുറച്ചുകൂടി കട്ടിയുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പുസ്തകം തന്നെയാണ് ഏറ്റവും നല്ലത്. ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ബിപിൻ ചന്ദ്രയുടെ പുസ്തകം കിട്ടുമെങ്കിൽ ഇതൊക്കെ ലൈബ്രറികളും പഴയ ഡിഗ്രി കഴിഞ്ഞ ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, സംഘടിപ്പിക്കുക, വായിക്കുക കേട്ടോ. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററി നമുക്ക് അവലംബിക്കാവുന്ന ഏക ഒതന്റിക് സോഴ്സ് ശ്രീധര മേനോന്റെ കേരള ചരിത്രം തന്നെയാണ്. ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകം ഹിസ്റ്ററി പഠിച്ച ആളുകളുടെ വീട്ടിലൊക്കെ കാണും. മലയാള ഭാഷ ഐച്ഛികമായി പഠിച്ചവരുടെ വീട്ടിലൊക്കെ കാണുന്നൊരു പുസ്തകമാണ് കേരള ചരിത്രം. NBSന്റെ പുസ്തകമാണിത്. ഏതാണ്ട് 490-500 രൂപയ്ക്ക് വിലയുള്ള ഒരു പുസ്തകമാണ്. HST ആയാലും ഇല്ലെങ്കിൽ ഈ ഒരു പുസ്തകം വാങ്ങി വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ വളരെ നല്ലൊരു പുസ്തകമാണ് PSC വജ്രജൂബിലി വിശേഷാൽ പതിപ്പ്. കേരളവുമായി ബന്ധപ്പെട്ട്, കേരള റെനൈസൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നവോത്ഥാന നായകന്മാരെ കുറിച്ച് വളരെ വിശദമായി നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പുസ്തകം. അതുമാത്രമല്ല കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളും വളരെ നമുക്ക് PSC പരീക്ഷയ്ക്ക് വേണ്ട രീതിയിലുള്ളൊരു ചെറിയ ഒരു പുസ്തകമാണ്. 100 അടുത്ത രൂപ വിലയുള്ള ഒരു പുസ്തകമാണ് വിശേഷാൽ പതിപ്പ് കേരളം എന്ന് പറയുന്ന ഒരു പുസ്തകം. കിട്ടുമെങ്കിൽ അത് സംഘടിപ്പിക്കുക കേട്ടോ. ഇക്കണോമിക്സ് +1 ക്ലാസ്സിലേക്ക് തന്നെയാണ്. നമുക്കറിയാം എല്ലാറ്റിനും എന്താണ് നമ്മുടെ പുസ്തകം എന്താണ്, SCERT NCERT മസ്റ്റ് ആണ്. യെസ്, ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് 11ാം ക്ലാസ്സിലെ പുസ്തകം. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്. ഇന്ത്യൻ ഇക്കണോമി ബൈ രമേഷ് സിംഗിന്റെ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ ഇക്കണോമി. രമേഷ് സിംഗിന്റെ ഈ പുസ്തകം നല്ലൊരു പുസ്തകമാണ്. ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ ഇക്കണോമിയുമായി ബന്ധപ്പെട്ട് കേരള ഇക്കണോമി, ഇന്ത്യൻ ഇക്കണോമി ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഈ 2 ഭാഗവും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ഇന്ത്യൻ ഇക്കണോമി. അത് മാത്രമല്ല നിങ്ങൾക്ക് കുറെ ഇക്കണോമിക് സർവേകൾ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. അപ്പം അടുത്ത കാലത്തുള്ള എക്കണോമിക് സർവേകൾ, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട കുറെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ കൂടി നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്കണോമിക്സിന്റെ ഒരു മേഖല കൂടി
നമുക്ക് നന്നാവും. ഇനി ഇതൊക്കെ പ്രയാസമുള്ളവർക്ക് ആശ്രയിക്കാവുന്ന ചില പുസ്തകങ്ങളാണിത്. മത്സര പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന, ഇത് സജസ്റ്റ് ചെയ്യുന്നില്ല, വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റിയ ഒരു ഓസ്വാൾ ബുക്സിന്റെ NCERT 6 മുതൽ 12 വരെ ക്ലാസ്സുകളിലേക്കുള്ള, ചിലപ്പോൾ ഇത് ഒന്നിച്ച് കോംബോ ഓഫറായിട്ട് 100-500 രൂപയ്ക്ക് കിട്ടും. 6 മുതൽ 12 വരെ ക്ലാസ്സുകളിലുള്ള പുസ്തകങ്ങളുടെ ഒരു സമാഹാരമുണ്ട്. NCERT 1 for all UPSC. ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ പോളിറ്റി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, എല്ലാ പുസ്തകവും ഉണ്ട്. ചിലപ്പോൾ കോംബോ ഓഫറിൽ ചിലപ്പോൾ എന്തായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ഒഴികെ ആണെന്ന് വരാറുള്ളത്. സാധാരണ ഇതിലൊരു ജനറൽ സയൻസ് കൂടെ കാണാം. കേസിനൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ കോംബോ ഓഫറിൽ വായിക്കുകയാണെങ്കിൽ എല്ലാ NCERT പുസ്തകങ്ങളും 6 മുതൽ 12 വരെ ക്ലാസ്സുകളിലുള്ള എല്ലാ പുസ്തകങ്ങളും കിട്ടുന്ന ഒരു ഓസ്വാൾ ബുക്സിന്റെ NCERT 1 for all 6 to 11th ക്ലാസ് കേട്ടോ, 6 to 12. അതിൽ NCERT ന്യൂ ഓൾഡ് ഒക്കെ കാണാം കേട്ടോ. NCERT ന്യൂ ഉണ്ട്, ഓൾഡ് ഉണ്ട്, എല്ലാ കേട്ടോ. ക്ലാസ്സസ് 9 to 12th നല്ല പുസ്തകമാണ്. പിന്നെ ഇന്ത്യൻ ഇക്കണോമി 9 to 12 നല്ലൊരു പുസ്തകമാണത്, കുഴപ്പമില്ല. ഇന്ത്യൻ പോളിറ്റി 6 മുതൽ 12 വരെയുള്ള ക്ലാസ്, ഹിസ്റ്ററി 6 to 12. ഇത്രയും പുസ്തകങ്ങളൊക്കെ നിങ്ങൾ എന്താണ് പറ്റുമെങ്കിൽ നോക്കി വെക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം നമുക്ക് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ്. നമുക്കറിയാം നല്ലൊരു മത്സര പരീക്ഷയാണ് വരാൻ പോകുന്ന മത്സര പരീക്ഷ. 100-ൽ 100 മാർക്ക് വാങ്ങിക്കുന്നവരാരുമില്ല. 50-60 മാർക്ക് വാങ്ങിയാൽ ജോലി ഉറപ്പാണ്. കഴിഞ്ഞ പരീക്ഷ നമുക്കറിയാം 40-42 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക്. 50-നടുത്ത് മാർക്ക് വാങ്ങിയവരൊക്കെ, 50-ന് മുകളിൽ മാർക്ക് വാങ്ങിയവരൊക്കെ എന്താണ് ആദ്യത്തെ അതിൽ തന്നെ എന്താണ് ജോലി കയറിപ്പോയി. മാക്സിമം മാർക്ക് സംഘടിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ നിങ്ങൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഒരു വിന്നിങ് സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കുന്നു. എവിടെയൊക്കെയാണ് ഊന്നൽ കൊടുക്കുന്നത്, സിലബസ് മൊത്തം എന്താണെന്ന് കാണുക, അതൊന്ന് പഠിക്കുക, എന്നിട്ട് അതിനാവശ്യമായ മെറ്റീരിയലുകൾ സംഘടിപ്പിച്ച് വെക്കുക. അതാണ് നമുക്ക് പരീക്ഷയുടെ വിജയം തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നമ്മൾ HST സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായും നോക്കിയിരിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ HST പരീക്ഷ എഴുതുന്ന മറ്റു കൂട്ടുകാർക്ക് കൂടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. തുടർന്ന് നമുക്ക് പ്രപ്പ് സ്കെയിൽ HST നമ്മൾ അതിൻ്റെ ഒരു അടുത്ത ഒരു ബാച്ച് ഏപ്രിൽ 13 കൂടി വീണ്ടും ആരംഭിക്കുകയാണ്. അഗ്നി ബാച്ചും അതുപോലെ തന്നെ വജ്ര ബാച്ചിലേക്കൊക്കെയുള്ള അഡ്മിഷൻ കഴിഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. അടുത്ത വർഷം നടക്കുന്ന പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും ഒക്കെ എന്നെ കേട്ട നിങ്ങൾ പലരും ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ഈ ക്ലാസ് അതിനെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറ്റുള്ള കൈകളിലേക്ക് എത്തിക്കാൻ കൂടിയുള്ള ശ്രമം നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.